ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിതാ അടിപൊളി ഞണ്ട് ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നില്ലേ, ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ലൊരു അബദ്ധം പറ്റി. അതെന്താണെന്ന് ഞാനിതാ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ഇനിതാ നമുക്കിതിലേക്ക് വേണ്ട ഞണ്ട് 1 kg ഞണ്ട് നന്നായി ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഞാനിവിടെ 1/4 കപ്പോളം ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തത്. അതൊന്ന് പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. പിന്നെ അതിലേക്ക് ഈ ഞണ്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹലോ മോളിതാ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇതാ കണ്ണേരിന്ന് പറഞ്ഞ് തിരിച്ച് പോയിട്ടുണ്ട്. ഞണ്ട് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിത് അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി തക്കാളിയൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ അടച്ച് വെക്കണ്ട. അടച്ച് വെച്ചാലേ അതിൽ നിന്ന് വെള്ളം വരും. ഇതിപ്പോൾ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് സെയിം പാനിൽ തന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടി എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷോർട്സിൽ നോക്കിക്കോട്ടെ. ഞാൻ അപ്ലോഡ് ചെയ്ത ഷോർട്സിലുണ്ട്. ഉള്ളി നല്ല സോഫ്റ്റായി വന്നാലേ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും അങ്ങനെ കൃത്യമായ അളവൊന്നുമില്ല കേട്ടോ. ഞാനിതിലേക്ക് ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ ഒരു 10-15 വെളുത്തുള്ളി അല്ലി ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 2 പച്ചമുളക്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. 2 അത്യാവശ്യം വലിപ്പത്തിലുള്ള തക്കാളിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോറി, ഞാൻ ഉള്ളിൻ്റെ അളവൊന്നും പറഞ്ഞിട്ടില്ല. ഒരു 3 വലിയ സൈസ് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ തക്കാളിയൊക്കെ കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കാം. എന്നാലത് പെട്ടെന്ന് മിക്സായി കിട്ടും. തക്കാളിയും വെന്ത് അതൊരു നല്ല മസാല ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിപ്പോൾ വേറെ എക്സ്ട്രാ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലേവറിനൊന്നും ചേർത്ത് കൊടുക്കേണ്ട. കാരണം ഞണ്ടിൻ്റെ ഫ്ലേവർ തന്നെ മതി ഇതിന്. അത്രയും നല്ലൊരു ഫ്ലേവറാണ് ഈ ഞണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഞണ്ട് മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് ചേർത്ത പൊടികളില്ലേ, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ പൊടികളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റായിരുന്നു. ഇനി നമുക്കിതാ ഇതിലേക്ക് കൊണ്ട് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി വലിയൊരു പാനിൽ 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. 4-5 ടേബിൾ സ്പൂൺ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് ഈ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് റെഡിയായി കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇതൊക്കെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 5 കപ്പ് അരിക്ക് 10 കപ്പ് വെള്ളം വേണം. ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കാൻ നമുക്ക് കുറച്ച് വെള്ളം ഇതിനടുത്ത് കയ്യിലേക്ക് ഒന്ന് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. കുറച്ച് കൂടുതലുണ്ടായിരിക്കണം. എന്നാലും നമുക്ക് ചോറ് വെന്ത് കിട്ടുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ടാവുക.
പിന്നെ ഇതാ നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ ചോറ് വെന്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇവിടെയാണ് കേട്ടോ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഞാനിതാ ഈ നാരങ്ങൻ്റെ തൊലി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ ശേഷം ചേർത്ത് കൊടുത്ത് അപ്പോൾ വെന്ത് വന്ന സമയത്ത് ചോറിന് ഭയങ്കര കയ്പ്പായിരുന്നു. നിങ്ങളാരും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യല്ല കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് പറ്റിയ ഒരു അബദ്ധമാണ്. ഇത്രയും കാലം ബിരിയാണി വെച്ചിട്ടും ഇതേപോലത്തെ ഒരു അബദ്ധം ഇതുവരെ പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ചോറിന് എല്ലാ സ്ഥലത്തൊന്നും കയ്പ്പുണ്ടായിട്ടില്ല, പക്ഷെ ചില സ്ഥലത്ത് ഭയങ്കര കയ്പ്പായിരുന്നു. ചോറ് ഒരു 90% വെന്ത് കിട്ടിയാൽ നമുക്കിനി ഇത് ദം ചെയ്തെടുക്കാം. അതിനു വേണ്ടി കുറച്ച് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഇതിൽ ബാക്കി വരുന്ന ചോറിൻ്റെ മേലെ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി, കാഷ്യൂ, റൈസിൻസ്, പിന്നെ ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച രണ്ട് മസാലയും കൂടി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ച റൈസും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ മേലേക്ക് കൂടി ഈ ഉള്ളി, ഫ്രൈ ചെയ്ത ഉള്ളി, മല്ലിയില അതുപോലത്തെ ഇതൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ അടിയിലൊരു തട്ടും കൂടി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ 20 മിനിറ്റിന് ശേഷം നമ്മൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കിയ ബാക്കിയെല്ലാം നല്ല സൂപ്പറായിരുന്നു. ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഇനി ആർക്കും പറ്റാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ അസ്സലാമു അലൈക്കും.